നമസ്കാരം. എൻ്റെ പേര് ബിജു എം ജെ, HoD കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക് കോളേജ് തൃശ്ശൂർ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന വിഷയം എങ്ങനെയാണ് സി പ്രോഗ്രാമിങ്ങിൽ ഒരു സ്ട്രിങ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്ട്രിങ് ഉപയോഗിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രാമുകളിൽ ചെയ്യാൻ സാധിക്കും. ഒരു സ്ട്രിങ് ഉപയോഗിക്കുന്നത് തന്നെ ഒരു എൻറ്റിറ്റിയുടെ പേര് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിനും അതിനെ പ്രോസസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരോ ഒരു സാധനത്തിന്റെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ അങ്ങനെയൊക്കെ ഉള്ള കീബോർഡ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പേരുകളെയാണ് സ്ട്രിങ് എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുക. ഇത്തരം സ്ട്രിങ്ങുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സെഷനാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ 10 വ്യത്യസ്ത പ്രോഗ്രാമുകളും ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് സ്ട്രിങ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രിങ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് നെയിംസ് ഓഫ് എൻറ്റിറ്റീസ്. ഒരു പേര് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പിനെയാണ് സ്ട്രിങ് എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രിങ് ഈസ് എ കളക്ഷൻ ഓഫ് കീബോർഡ് ക്യാരക്ടേഴ്സ്. കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും കളക്ഷൻ, കീബോർഡിലുള്ള ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നിവ ഇവിടെ ഒരു കളക്ഷൻ ആയിരിക്കും എപ്പോഴും ഒരു സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ. സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ quotation marks is a string constant. Example: Thrissur, it is a place name. Suresh Gopi, another person name. Kerala, God's own country, a sentence. All these are enclosed between double quotation marks. ഡബിൾ quotation മാർക്സിനകത്ത് കൊടുക്കുന്ന ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ സ്പെഷ്യൽ ക്യാരക്ടറോ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡാറ്റയെയാണ് സ്ട്രിങ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ട്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. സ്ട്രിങ് സ്റ്റോറേജ്, എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. എ സ്ട്രിങ് ഈസ് സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി ആസ് എ സിംഗിൾ ഡയമെൻഷണൽ ക്യാരക്ടർ അറേ എൻഡിങ് വിത്ത് എ സ്പെഷ്യൽ ക്യാരക്ടർ \0. അതായത് ഒരു സ്ട്രിങ്ങിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അവസാനിക്കുന്നത് \0-യിലായിരിക്കും. ഓരോ ക്യാരക്ടറും വ്യത്യസ്തങ്ങളായ മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 1 ഡയമെൻഷണൽ ക്യാരക്ടർ അറേ ആണ്. അവസാനത്തെ ക്യാരക്ടർ \0 ആയി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സി പ്രോഗ്രാമുകളിൽ സ്ട്രിങ്ങിന്റെ അവസാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. \0 എന്ന് പറയുന്നത് കീബോർഡിൽ ടൈപ്പ് ചെയ്തെടുക്കേണ്ട ഒന്നാണ്. ക്യാരക്ടറും 0യും ഒരു സിംഗിൾ quotation മാർക്കിലിട്ട് ടൈപ്പ് ചെയ്യുന്നതിനെയാണ് \0 എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം. തൃശ്ശൂർ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാം. ഓരോ ക്യാരക്ടേഴ്സും ഓരോ ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓരോ ലൊക്കേഷനും വേണ്ട മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ ഇവിടെ എടുക്കുന്ന മെമ്മറി സ്പേസ് 9 ബൈറ്റ് ആയിരിക്കും. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പേര്, ഇവിടെ 2 വേർഡ്സ് ഉള്ള ഒരു പേരാണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം ഒരു സ്പേസിനും ഒരു ബൈറ്റ് എടുക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. സുരേഷ് കഴിഞ്ഞിട്ട് വരുന്ന സ്പേസിനും ഒരു സിംഗിൾ ബൈറ്റ് ഡാറ്റ സ്പേസ് ആവശ്യമുണ്ട്. അങ്ങനെ ഈ സ്ട്രിങ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് 12 ബൈറ്റിന്റെ മെമ്മറിയാണ് വേണ്ടിവരിക. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ 25 ബൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഹൈഫൻ, സിംഗിൾ quotation, സ്പേസ് എന്നീ സ്പെഷ്യൽ ക്യാരക്ടറുകൾ കൂടി ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഓരോന്നിനും ഓരോ ബൈറ്റ് വീതം ആവശ്യമായി വരും. എങ്ങനെയാണ് ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനെ കമ്പ്യൂട്ടറിന്റെ സി പ്രോഗ്രാമിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഡിക്ലറേഷൻ.
String is declared in a C program as a character array. നേരത്തെ സൂചിപ്പിച്ചതാണ്, ക്യാരക്ടർ അറേ ആയിട്ടാണ് ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോഴും അത് ഒരു ക്യാരക്ടർ അറേ ആയിട്ട് വേണം ഡിക്ലെയർ ചെയ്യാനായിട്ട്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കാണുന്നത്. ക്യാരക്ടർ പ്ലേസ്ഡ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ അറേ ആണ്. അറേ നെയിം ഇവിടെ പ്ലേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 9 ആണ്. അതായത് 9 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 9 ബൈറ്റ്സ് ആണ് ഇതിനു വേണ്ടി വരുന്ന മെമ്മറി സ്പേസ്. സിമിലർലി ക്യാരക്ടർ നെയിം 12, ക്യാരക്ടർ സെന്റൻസ് 25. എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നത് നോക്കാം. എ സ്ട്രിങ് ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് ഇൻ 2 ways. അതായത് ഒന്നാമത്തെ മെത്തേഡിൽ ഇവിടെ പറയുന്നത് ക്യാരക്ടർ പ്ലേസ് 9 ഈക്വൽ ടു തൃശൂർ, ഡയറക്റ്റ് ഇനീഷ്യലൈസേഷൻ ഓഫ് ദ സ്ട്രിങ്. തൃശൂർ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഡബിൾ കൊട്ടേഷനിലിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അതൊരു സ്ട്രിങ് കോൺസ്റ്റന്റിന്റെ എക്സാമ്പിൾ ആയിരുന്നു. ഇവിടെ ഒരു സ്ട്രിങ് കോൺസ്റ്റന്റ് നേരിട്ട് ഒരു ക്യാരക്ടർ അറേയിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പിക്ചറിൽ കാണിച്ചതുപോലെ ഈ തൃശൂർ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യും. രണ്ടാമത്തെ മെത്തേഡിൽ പ്ലേസ് 9 തൃശൂർ, ക്യാരക്ടർ പ്ലേസ് 9 തൃശൂർ എന്നുള്ളത് സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ക്യാരക്ടറും പ്രത്യേകം സിംഗിൾ കൊട്ടേഷനിലിട്ട് നമ്മൾ കോമ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റും കൂടി കൊടുക്കേണ്ടതുണ്ട്. തൃശ്ശൂരിന് മുമ്പ് ഒരു ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റും \0 ശേഷം ഒരു ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിവിടെ വിട്ടുപോയിട്ടുള്ളതാണ്. ഇങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും ഇതിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ. 2 കേസിലും പ്രത്യേകം ശ്രദ്ധിക്കുക, മെമ്മറിയിൽ വരുന്നത് ഒരുപോലെ ആയിരിക്കും. ആദ്യത്തെ കേസിൽ \0 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല, കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അത് സ്ട്രിങ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ക്യാരക്ടർ കോൺസ്റ്റന്റ് ഓരോന്നായിട്ട് സേവ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അവസാനത്തെ ക്യാരക്ടറായ \0 നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരുന്നത് രണ്ടാമത്തെ മെത്തേഡില്. അങ്ങനെ 2 എക്സാമ്പിൾസിന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് താഴെ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലെയാണ്. 9 ബൈറ്റ് മെമ്മറിയാണ് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക. എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. We can input a string through keyboard in many ways. ആദ്യത്തെ ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. scanf ഉപയോഗിച്ച് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. പ്ലേസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ scanf ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിന്റാക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. scanf %s, place. നമ്മൾ മറ്റ് ഡാറ്റ ടൈപ്പുകൾ ഇൻപുട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാം. കമ്പൈലർ ഡിപ്പെൻഡന്റ് ആണ് ഇവിടെ scanf എന്ന് പറയുന്നത്. ചില കമ്പൈലേഴ്സിൽ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യും, പക്ഷെ ചില കമ്പൈലേഴ്സിൽ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കാം. സ്പേസ് പോലെയുള്ള ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട് ഉബുണ്ടു പോലെയുള്ള കമ്പൈലറുകളിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കാം. അത് ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് എ ലൈബ്രറി ഫംഗ്ഷൻ. ആ ലൈബ്രറി ഫംഗ്ഷൻ string.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ മീനിങ്ങും വ്യത്യസ്തമല്ല. പ്ലേസ് എന്ന് പറയുന്ന ഒരു അറേ നമുക്ക് കീബോർഡ് വഴി കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റ്സ്. ഇനി എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. We can print a string on screen in many ways. Similarly, as in the case of input, output can also be done in 2 methods. First method is printf, %s place. printf ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ള എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിന്റിംഗ് ക്യാരക്ടർ %s ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡിൽ ഗെറ്റ്സ് പോലെ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് പുട്സ്, where place is a single dimension character array. Puts is used to print a string on screen. It is defined in string.h. ഇത്രയും നേരം നമ്മൾ പഠിച്ച ഈ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഈ മെത്തേഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് താഴെ പറയുന്ന 10 പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന 10 പ്രോഗ്രാമുകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ പ്രോസസ് ചെയ്യുന്നതെന്ന് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
ആദ്യത്തെ പ്രോഗ്രാം പ്രിന്റ് നെയിം ക്യാരക്ടർ ബൈ ക്യാരക്ടർ, അതായത് മെമ്മറിയിലുള്ള ഒരു സ്ട്രിങ്ങിനെ എങ്ങനെയാണ് സ്ക്രീനിലേക്ക് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ള പ്രോഗ്രാമാണ്. അതായത് ഇവിടെ പുട്സോ പ്രിന്റ് ഓഫ് പെർസെന്റേജസോ ഉപയോഗിക്കാതെയാണ് പ്രിന്റിംഗ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാം നമ്മൾ പതിവ് പോലെ ഇൻക്ലൂഡ് stdio.h എല്ലാ പ്രോഗ്രാമിലും ചെയ്യുന്നത് പോലെ ചെയ്യണം. രണ്ടാമത്തേത് മെയിൻ എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ആരംഭിക്കുകയാണ്. വോയിഡ് മെയിൻ, അതിന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തു. ആദ്യമായിട്ട് ക്യാരക്ടർ നെയിം 20 എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്ട്രിങ് ആണ് നെയിം. അതിന്റെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ് I int I equal to 0. The initial value 0 because every array is starting from 0th location. Gets name എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണ് കീബോർഡ് വഴി. While name I not equal to \0. ഈ ലൂപ്പാണ് ഒരു അറേയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും 1 by 1 ആയിട്ട് എടുക്കാനായിട്ട് നാം ഉപയോഗിക്കുന്നത്. ഇവിടെ while name I എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആദ്യത്തെ ക്യാരക്ടർ \0 ആണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ലൂപ്പാണ്. അല്ലെങ്കിൽ വീണ്ടും അടുത്തടുത്ത ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ \0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു while ലൂപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴാണ് \0 കാണുന്നത് അതുവരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആ ലൂപ്പിന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ്. അതിന്റെ ഉള്ളിലുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഓഫ് പെർസെന്റേജ് സി നെയിം I, അതായത് ഒരു ക്യാരക്ടറിനെ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ I++ എന്നാണ് കൊടുക്കുക. ഇവിടെ അറേ ഇൻഡെക്സ് 1 ഇൻക്രിമെന്റ് ചെയ്യുന്നു. അതായത് നേരത്തെ 0 ആയിരുന്ന അറേ ഇൻഡെക്സ് +1 കഴിയുമ്പോൾ അത് 1 ആയിട്ട് മാറുന്നു. അവിടെ തന്നെ നമ്മൾ ലൂപ്പ് ക്ലോസ് ചെയ്യുകയാണ്. അതായത് തിരിച്ച് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. I+1 ശേഷമാണ് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകുന്നത് എന്നതിനാൽ ഈ രണ്ടാമത്തെ ക്യാരക്ടറിനെ അടുത്ത പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം മൂന്നാമത്തെ ക്യാരക്ടർ, പിന്നീട് നാലാമത്, അങ്ങനെ ഈ ലൂപ്പ് അവസാനത്തെ ക്യാരക്ടറായ \0 വരെ റിപ്പീറ്റ് ചെയ്യുകയും എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനു പുറകെ ഒന്നായി സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുക. അടുത്തൊരു പ്രോഗ്രാം ഇവിടെ വിശദീകരിക്കുന്നത് ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എങ്ങനെ കാണാമെന്നുള്ളതാണ്. സ്ട്രിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിന്റെ എണ്ണത്തെയാണ് സ്ട്രിംഗ് ലെങ്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഇതിലും പതിവ് പോലെ നമ്മുടെ stdio.h കൊടുക്കുന്നു, മെയിൻ പ്രോഗ്രാം. അതിനുശേഷം ക്യാരക്ടർ നെയിം 20 int count equal to 0. ലെങ്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ ഇവിടെ കൗണ്ട് ആണ്. ഗെറ്റ്സ് നെയിം while name of count not equal to 0. ഈ കൗണ്ട് ആണ് ഇവിടെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ് ഈ പ്രോഗ്രാം, വലിയ മാറ്റങ്ങളൊന്നുമില്ല. \0 ആകുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് while ലൂപ്പ്. ഇതിന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തു. കൗണ്ട് ++, കൗണ്ടിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ലൂപ്പിനുള്ളിൽ പ്രത്യേകിച്ച് പ്രിന്റിങ്ങോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല. ലൂപ്പിനുള്ളിൽ ആവശ്യമായത് കൗണ്ടിങ് മാത്രമാണ്. ഓരോ ക്യാരക്ടറും കാണുമ്പോൾ കൗണ്ടിന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലൂപ്പ് എഴുതിയിട്ടുള്ളത്. ലൂപ്പ് അവസാനിച്ചു കഴിയുമ്പോൾ, അതായത് സ്ട്രിങ്ങിന്റെ അവസാനത്തെ \0 കണ്ടു കഴിയുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും കൗണ്ടിന്റെ വാല്യൂ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അടുത്ത പ്രോഗ്രാം ഒരു സ്ട്രിങ്ങിലുള്ള വൗവൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പതിവ് പോലെ നമ്മളുടെ stdio.h ഇൻക്ലൂഡ് ചെയ്തു. മെയിൻ പ്രോഗ്രാം, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്യാരക്ടർ ഡിക്ലറേഷൻ, അറേ ഡിക്ലറേഷൻ, then int I equal to 0, count equal to 0, gets s, സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു.
while s of I not equal to backslash 0 ആദ്യത്തെ പ്രോഗ്രാമിൽ ചെയ്തതുപോലെ I is used to show the index of character array. അതിന്റെ ആദ്യത്തെ വാല്യൂ 0 ആണ്. എൻഡ് ഓഫ് സ്ട്രിംഗ് ആകുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് while s of I not equal to backslash 0. Then opening bracket, if s of I equal to a, s of I equal to a, s of I equal to e, or s of I equal to capital E, or s of I equal to small I, or ഇങ്ങനെ എല്ലാ ആൽഫബറ്റ്സിനെയും, അതായത് എല്ലാ വവൽ ആൽഫബറ്റ്സിനെയും കമ്പയർ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന അറയിലുള്ള ഒരു ക്യാരക്ടർ ഒരു വവ്വലാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ നീളമുള്ള ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് വളരെ സിമ്പിൾ ആണ് ഓർത്തിരിക്കാനായിട്ട്. കാരണം എസ് ഓഫ് ഐ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ആദ്യത്തെ വവൽ ആൽഫബറ്റ് ആണ്, സ്മോൾ എ. ഒരുപക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ എ ആണെങ്കിൽ അതിനെ കൂടി കൗണ്ട് ചെയ്യാനാണ് ഓർ എസ് ഓഫ് ഐ ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ക്യാരക്ടർ എടുക്കും, അത് ഇതിലേതെങ്കിലും ആണെങ്കിൽ, അതായത് ഇവിടെയുള്ള നമ്മൾ ഈ കാണിച്ചിട്ടുള്ള എയോ ക്യാപിറ്റൽ എയോ ഇയോ ക്യാപിറ്റൽ ഇ ഐ ക്യാപിറ്റൽ ഐ ദെൻ ഒ ക്യാപിറ്റൽ ഒ യു ക്യാപിറ്റൽ യു എന്നിവയിൽ ഏതെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അത് ശരിയാണെങ്കിൽ ഉടനെ തന്നെ കൗണ്ടിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അതല്ല എങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, പകരം അറേ ഇൻഡെക്സ് ആയ ഐ വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, കൗണ്ട് പ്ലസ് പ്ലസ്. ഐ പ്ലസ് പ്ലസ് ലൂപ്പിനകത്തുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈഫ് പോലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലായ്പ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഐ പ്ലസ് പ്ലസ്. കാരണം വവ്വലാണെങ്കിലും അല്ലെങ്കിലും ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഐ പ്ലസ് പ്ലസിലൂടെ വൈൽ ലൂപ്പിന്റെ അവസാനമായി കഴിഞ്ഞു. അവിടെ നിന്നും തിരിച്ച് വൈൽ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. വീണ്ടും അത് ബാക്ക് സ്ലാഷ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയല്ലെങ്കിൽ ലൂപ്പിനകത്തേക്ക് വരികയും വീണ്ടും വീണ്ടും ഓരോ ക്യാരക്ടറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പ്രോസസ്സ് ബാക്ക് സ്ലാഷ് 0 ആകുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ബാക്ക് സ്ലാഷ് 0 ആയി കഴിഞ്ഞാൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വവൽസ് പ്രിന്റ് ചെയ്യുകയാണ്. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്പർ ഓഫ് വവൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അത് പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ പ്രോഗ്രാം അവസാനിക്കുന്നു. അടുത്ത പ്രോഗ്രാം ഒരു സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സ്ട്രിങ്ങിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യുന്ന പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ പ്രോഗ്രാമിൽ രണ്ട് ക്യാരക്ടർ അറേ വേണ്ടി വരും, അതായത് രണ്ട് സ്ട്രിങ് വേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ S1 S2 എന്നീ പേരിലുള്ള രണ്ട് സ്ട്രിങ് കൊടുത്തിരിക്കുകയാണ്. ഒരു ഇൻഡെക്സ് വേരിയബിളായ ഐ കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു. ഈ ഇൻപുട്ട് ചെയ്ത S1 സ്ട്രിങ്ങിനെയാണ് നമ്മൾ രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ സ്ട്രിങ്ങിലെ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് while s of I not equal to back slash 0. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് S2 of I equal to S1 of I, അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ ith ക്യാരക്ടറിനെ സെക്കൻഡ് സ്ട്രിങ്ങിലെ ith ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആദ്യത്തെ ക്യാരക്ടറിനെ സ്ട്രിംഗ് 2ലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഐ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, അതായത് ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ലൂപ്പ് അവസാനിച്ചു. ഈ ലൂപ്പിൽ നിന്നും തിരിച്ച് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് വീണ്ടും പോവുകയും നമുക്ക് അടുത്ത ക്യാരക്ടറിനെ കോപ്പി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വീണ്ടും ലൂപ്പ് അവസാനിക്കുന്നു, മൂന്നാമത്തെ ക്യാരക്ടറിനെ കോപ്പി ചെയ്യുന്നു. ഇങ്ങനെ ആദ്യത്തെ സ്ട്രിങ്ങിന്റെ S1 of I ഈക്വൽ ടു ബാക്ക് സ്ലാഷ് 0 ആകുന്നവരെ, അതായത് അവസാനത്തെ ക്യാരക്ടർ ആകുന്നവരെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുകയും ഒടുവിൽ ലൂപ്പിന് പുറത്തു വരികയും ചെയ്യുന്നു. S2 എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ഓരോ ക്യാരക്ടറായിട്ട് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്തതുകൊണ്ട് ബാക്ക് സ്ലാഷ് 0 ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസെർട്ട് ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് അവസാനം നമ്മൾ ബാക്ക് സ്ലാഷ് 0 സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്യുന്നതാണ് താഴെ കാണുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ S2 ഓഫ് I പ്ലസ് 1, അതായത് ലൂപ്പ് കഴിയുമ്പോൾ ഐ വേരിയബിളിന് കിട്ടുന്ന വാല്യൂ കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ലൊക്കേഷനിലാണ് ബാക്ക് സ്ലാഷ് 0 സ്റ്റോർ ചെയ്യേണ്ടത്. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. S2 I പ്ലസ് 1 ഈക്വൽ ടു ബാക്ക് സ്ലാഷ് 0. അതിനുശേഷം നമ്മൾ S2നെ പ്രിന്റ് ചെയ്യുകയാണ്. ക്ലോസിംഗ് ബ്രാക്കറ്റ്, എൻഡ് ഓഫ് ദ മെയിൻ പ്രോഗ്രാം. ഒരു സ്ട്രിങ് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുകയും രണ്ടാമത്തെ സ്ട്രിങ്ങിനെ
കോപ്പി ചെയ്യപ്പെട്ട സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അടുത്തത് പ്രോഗ്രാം ടു ഫൈൻഡ് റിവേഴ്സ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന്റെ റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതും നേരത്തെ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. നേരത്തെയുള്ള പ്രോഗ്രാമിൽ ആദ്യത്തെ ക്യാരക്ടർ മുതൽ അവസാനത്തെ ക്യാരക്ടർ വരെയാണ് കോപ്പി ചെയ്തതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്, റിവേഴ്സ് ഓർഡറിലാണ് കോപ്പി ചെയ്യുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഡെക്സ് വേരിയബിൾ ഒരെണ്ണം മതിയാവില്ല. നേരത്തെയുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഒരു ഇൻഡെക്സ് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് കോപ്പിംഗ് നടത്തിയത്. പക്ഷെ ഇവിടെ ആദ്യത്തെ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് വേരിയബിൾ 0 ആയിരിക്കുമ്പോൾ രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് വേരിയബിൾ അതിന്റെ ലാസ്റ്റ് പൊസിഷനിൽ നിന്ന് വേണം തുടങ്ങാൻ. അല്ലെങ്കിൽ ആദ്യത്തേത് ലാസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ രണ്ടാമത്തേതിന്റെ ഫസ്റ്റ് പൊസിഷൻ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. ഇവിടെ ജെ എന്ന വേരിയബിൾ ആണ് സ്ട്രിംഗ് 2വിന്റെ ഇൻഡെക്സിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഡ് i ഈക്വൽ ടു 0 ജെക്ക് ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ജെക്ക് ഇനിഷ്യൽ വാല്യൂ കിട്ടുക? ജെ ഈക്വൽ ടു strlen s, സ്ട്രിംഗ് 1ന്റെ ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ജെയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ചില കമ്പൈലേഴ്സിൽ ഈ strlen വർക്ക് ചെയ്യണമെങ്കിൽ string ഡോട്ട് h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഉബുണ്ടുവിലാണ് ഞാൻ ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് നോക്കിയത്. അതിൽ നമുക്ക് string ഡോട്ട് h ഇല്ലെങ്കിലും ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം s2 ഓഫ് j ഈക്വൽ ടു \0, അതായത് രണ്ടാമത്തെ സ്ട്രിങ്ങിന്റെ jth പൊസിഷനിലേക്ക് \0 ഇൻസേർട്ട് ചെയ്യുകയാണ്. അതായത് അവസാനത്തെ ക്യാരക്ടറായ \0 ഇവിടെ ആദ്യം തന്നെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ while s of i നോട്ട് ഈക്വൽ ടു \0, നേരത്തെ എഴുതിയ പ്രോഗ്രാമിലുള്ളതുപോലെ തന്നെ ആദ്യത്തെ സ്ട്രിങ്ങിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം i വേരിയബിളിന്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് j മൈനസ് മൈനസ്. ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് രണ്ടാമത്തെ സ്ട്രിംഗ് വേരിയബിളിൻ്റെതാണ്. അതിന്റെ വാല്യൂ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പൊസിഷനിലേക്കാണ് നിൽക്കുന്നത്. ആ ജെ വാല്യൂവിനെ നമ്മൾ ഒന്ന് മൈനസ് ചെയ്യുന്നു. \0 ഇൻസേർട്ട് ചെയ്ത പൊസിഷനിൽ നിന്നും ഒന്ന് പുറകോട്ട് വരികയാണ്. ജെ മൈനസ് മൈനസ്. അതിനുശേഷം s2ലേക്ക് s1 കോപ്പി ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. s2ലെ jth പൊസിഷനിലേക്കാണ് s1ലെ ith പൊസിഷനിലെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. വീണ്ടും ith പൊസിഷൻ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഒന്നാമത്തെ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുകയാണ്. ഇൻക്രിമെന്റ് ബൈ 1, i+1. ദെൻ ക്ലോസ് ദ ബ്രാക്കറ്റ്. അപ്പൊ ഈ ബ്രാക്കറ്റിന് ശേഷം വൈൽ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് ജെ വാല്യൂ ഒന്നുകൂടി ഡിക്രിമെന്റ് ചെയ്യും. ആ പൊസിഷനിലേക്ക് i വാല്യൂവിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. വീണ്ടും i വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. s1 അവസാനിക്കുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യും. s1ന്റെയും s2ന്റെയും ലെങ്ത് ഒന്ന് തന്നെ ആയതുകൊണ്ട് ഈ പ്രോഗ്രാം എറേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റൺ ചെയ്ത് റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. ഇവിടെ അവസാനമായിട്ട് printf s2 എന്ന് പറയുമ്പോൾ കോപ്പി ചെയ്ത റിവേഴ്സ് സ്ട്രിങ് s2ലാണുള്ളത്. ആ s2നെ പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ എൻഡ് ഓഫ് ദ മെയിൻ പ്രോഗ്രാം, ക്ലോസിംഗ് ബ്രാക്കറ്റ്. പ്രോഗ്രാം ടു കമ്പയർ ടു സ്ട്രിങ്സ്. രണ്ട് സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സ്ട്രിങ് വേണ്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അതിനെ രണ്ട് സ്ട്രിങ് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. s1 s2. ഇവിടെ ഒരു പുതിയ ഹെഡർ ഫയൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇൻഡ് i ഈക്വൽ ടു 0 ഗെറ്റ്സ് s1 ഗെറ്റ്സ് s2. രണ്ട് സ്ട്രിങ്ങിനെയും നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണ്. s1ഉം s2ഉം കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഗെറ്റ്സ് ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. while s of i not equal to \0 and s2 of i not equal to \0. അതായത് രണ്ട് സ്ട്രിങ്ങും എൻഡ് ഓഫ് സ്ട്രിങ് ആകുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രിങ് എൻഡ് ഓഫ് സ്ട്രിങ് \0 എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യും. രണ്ടും \0 ആകുന്നില്ലെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ, ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ആദ്യത്തെ ക്യാരക്ടർ s2ന്റെ ആദ്യത്തെ ക്യാരക്ടർ s1ലെ ആദ്യത്തെ ക്യാരക്ടർ. അതായത് ആദ്യത്തെ ക്യാരക്ടർ എന്ന് ഇവിടെ പറയുന്നത് ഈ സമയത്താണ്. കാരണം i വാല്യൂ 0 ആയതുകൊണ്ട് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്ന വഴിക്ക് മുറക്കി അത് 1, 2, 3, 4, 5 എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വാല്യൂ ഓഫ് i ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.
ഇവിടെ ഒരേ പൊസിഷനിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. if s2 of i not equal to s1 of i. ഇതിന്റെ അർത്ഥം ഇപ്പോൾ തന്നെ സ്ട്രിങ് നോട്ട് ഈക്വൽ ആയി മാറി എന്നുള്ളതാണ്. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ സ്ട്രിങ്സ് നോട്ട് ഈക്വൽ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് അപ്പോൾ തന്നെ അത് പ്രിന്റ് ചെയ്യുന്നു, സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ. അതോടൊപ്പം തന്നെ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുകയാണ്. കാരണം ഈ പ്രോഗ്രാമിന് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ എന്ന് നോക്കുന്നതാണ്. ഈക്വൽ അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് 0 ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോഗ്രാമിൽ നിന്ന് തന്നെ എക്സിറ്റ് ആയി പോവുകയാണ്. ഈ ഫംഗ്ഷൻ എക്സിറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ stdlib.h ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. വീണ്ടും ലൂപ്പ് അവസാനിക്കുന്നില്ല. ലൂപ്പ് അടുത്ത ക്യാരക്ടർ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്, i++. അങ്ങനെ ലൂപ്പ് അവസാനിക്കുന്നു. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിലൂടെയും നമ്മളിങ്ങനെ ചെക്കിങ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സ് നോട്ട് ഈക്വൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവുകയും സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ സ്ട്രിങ് ഈക്വൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് സാധ്യതകളിലാണ് ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേത്, രണ്ട് സ്ട്രിങ്ങും അവസാനിച്ചിരിക്കാം, ഇതുവരെയും നോട്ട് ഈക്വൽ ആണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്ട്രിങ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിലപ്പോൾ ഒരു സ്ട്രിങ് അവസാനിച്ചിട്ടുണ്ടാവാം, രണ്ടാമത്തെ സ്ട്രിങ്ങിൽ ഇനിയും ക്യാരക്ടേഴ്സ് ബാക്കി ഉണ്ടാകാം. അങ്ങനെയുള്ള കേസിലാണെങ്കിലും സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. if s1 of i not equal to \0 and s2 of i equal to \0, അതായത് രണ്ട് സ്ട്രിങ്ങും അവസാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രണ്ട് സ്ട്രിങ്ങും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുവരെയും നോട്ട് ഈക്വൽ കാണാൻ സാധിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം, സ്ട്രിങ്സ് ആർ ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്യിക്കാം. അതല്ലാത്ത കേസിൽ ഏതോ ഒരു സ്ട്രിങ് അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം സ്ട്രിങ്സ് ഈക്വൽ അല്ല എന്നാണ്. സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് കൊടുക്കുകയാണ് എൽസ് പാർട്ടിൽ. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. ദെൻ എൻഡ് ഓഫ് ദ മെയിൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നിന്നും രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. വേറെയും പല മെത്തേഡ്സും ഉപയോഗിച്ചത് ചെയ്യാം. strcmp എന്ന് പറയുന്ന ഒരു കമ്പയർ ഫംഗ്ഷൻ ഉണ്ട് string.h ൽ. അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതാണ് അതിന്റെ ഇന്റേണൽ പ്രോസസ്സിംഗ്. ഇത്രയുമായിരിക്കും ചെയ്യുക. പ്രോഗ്രാം ടു മേക്ക് എ സ്ട്രിങ് ഇൻ ടു അപ്പർ കേസ്. ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പതിവ് പോലെ നമ്മൾ stdio.h ഇൻക്ലൂഡ് ചെയ്തു. ctype.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് നമുക്ക് പ്രോഗ്രാമിലൂടെ പോകുമ്പോൾ മനസ്സിലാകും. void main ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്തു, ഇൻഡെക്സ് വേരിയബിൾ ഡിഫൈൻ ചെയ്തു, സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്തു, ലൂപ്പ് ബിഗിൻ ചെയ്തു, ഓപ്പണിംഗ് ബ്രാക്കറ്റ് s of i equal to upper s of i. ഇവിടെ ചെയ്തിരിക്കുന്നത് ctype.h ലുള്ള ഒരു ഹെഡർ ഫയലാണ് ടു അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് മാറ്റുന്നതിന് വേണ്ട ഫംഗ്ഷനാണ്. s of i equal to upper s of i എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിനെ എടുത്ത് ആ ക്യാരക്ടറിനെ അപ്പർ കേസ് ആക്കിയതിനു ശേഷം അതേ ലൊക്കേഷനിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. s of i എന്ന് പറയുന്ന ലൊക്കേഷനിലെ ക്യാരക്ടർ ഇപ്പോൾ അപ്പർ കേസ് ആയി മാറി കാണും. ദെൻ ഇൻക്രിമെന്റ് ബൈ 1 ഇൻഡെക്സ് വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ദെൻ എൻഡ് ഓഫ് ദി ലൂപ്പ്. ഈ ലൂപ്പ് വീണ്ടും ബിഗിനിങ്ങിലേക്ക് പോകുന്നു. \0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അല്ല എങ്കിൽ വീണ്ടും അടുത്ത ക്യാരക്ടറിനെ അപ്പർ കേസ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുകയും ഒടുവിൽ എസിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അപ്പർ കേസായി മാറുകയും ചെയ്യും. ആ സ്ട്രിങ്ങിനെ നമ്മൾ പുട്ട് ചെയ്യുകയാണ്, പുട്സ് സ്ട്രിങ്. ഇത് വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. ടു അപ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ctype.h ൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ലോവർ കേസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം. അടുത്തതൊരു സ്ട്രിങ്ങിലെ വേർഡ്സിനെ കൗണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് കഴിഞ്ഞ് ഒരു പുതിയ ക്യാരക്ടർ ആരംഭിക്കുമ്പോൾ അതിനെ ഒരു വേർഡായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യണം. ആ ലോജിക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വേർഡ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കൗണ്ട് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ഒരു ഇന്റീജർ വേരിയബിൾ i equal to 0.
സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു. പതിവുപോലെ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇഫ് എസ് ഓഫ് ഐ ഈക്വൽ ടു സ്പേസ്, സിംഗിൾ കൊട്ടേഷനിൽ ഒരു സ്പേസ് കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എസ് ഓഫ് ഐ പ്ലസ് 1 നോട്ട് ഈക്വൽ ടു സ്പേസ്, അതായത് ഒരു ക്യാരക്ടർ സ്പേസ് ആയിരിക്കുകയും അതിന്റെ അടുത്ത ക്യാരക്ടർ സ്പേസ് അല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സെന്റൻസിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്പേസുകൾ കൊടുത്തിട്ടുണ്ടാകാം. ടൈപ്പ് ചെയ്യുമ്പോൾ 2 വേർഡ്സിനിടയ്ക്കായിട്ട് ഒന്നിൽ കൂടുതൽ സ്പേസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കൗണ്ടിങ് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 കണ്ടീഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇൻഡെക്സ് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു i++, ദെൻ ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ ഒരു വേർഡ് കാണുമ്പോൾ മാത്രമാണ് കൗണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അവസാനം ആ കൗണ്ടിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് വേർഡ്സ് കൗണ്ടായിട്ട് പ്രിന്റ് ചെയ്യുന്നു. അടുത്തൊരു പ്രോഗ്രാം ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ക്യാരക്ടർ അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഓരോ വേർഡിന്റെയും ആദ്യത്തെ ക്യാരക്ടർ അപ്പർ കേസ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു. include stdio.h void main opening bracket characters 20 into I equal to 0 gets s while s of I not equal to \0. Then if s of I equal to space s of I plus 1 not equal to space. നേരത്തെ എഴുതിയിരിക്കുന്ന അതേ സിന്റാക്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡിന്റെ ആദ്യത്തെ ക്യാരക്ടർ, അതായത് എസ് ഓഫ് ഐ പ്ലസ് 1 അപ്പർ കേസ് ആയിട്ട് മാറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ടു അപ്പർ എസ് ഓഫ് ഐ പ്ലസ് 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഒരു ബ്രാക്കറ്റ് വിട്ടു പോയിട്ടുണ്ട്. ടു അപ്പർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്യണം. അവസാനം i++ ക്ലോസിംഗ് ബ്രാക്കറ്റ്, ദെൻ പുട്സ് എസ്, സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുന്നു. നമുക്ക് ഓരോ വേർഡിന്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഉള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് ഒരു സബ്സ്ട്രിംഗ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഏതെങ്കിലും ഒരു പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷൻ മുതൽ അവസാനം വരെയുള്ള സബ്സ്ട്രിംഗ്, ഒരു സ്ട്രിങ്ങിന്റെ ഒരു ഭാഗം മാത്രം മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോഗ്രാമാണ്. വളരെ എളുപ്പമുള്ള പ്രോഗ്രാമാണ്. സ്ട്രിംഗ് കോപ്പി ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രിംഗ് കോപ്പി ചെയ്ത പ്രോഗ്രാമിൽ ആദ്യത്തെ ക്യാരക്ടർ മുതൽ തന്നെയാണ് കോപ്പി പ്രോസസ് ആരംഭിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്ന പൊസിഷൻ മുതലാണ് കോപ്പി പ്രോസസ് ആരംഭിക്കുന്നത്. ഇൻക്ലൂഡ് വോയിഡ് മെയിൻ 2 ക്യാരക്ടർ സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇൻഡ് പൊസിഷൻ i equal to 0 gets s1. പൊസിഷൻ കൂടി ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പൊസിഷൻ ഇൻപുട്ട് ചെയ്തിട്ട് അവിടെ മുതലാണ് കോപ്പിങ് ആരംഭിക്കുന്നത്. വൈൽ s1 പൊസിഷൻ നോട്ട് ഈക്വൽ ടു \0. കാരണം നേരത്തെ സ്ട്രിംഗ് കോപ്പി ചെയ്യുന്ന പ്രോഗ്രാമിൽ s1 i നോട്ട് ഈക്വൽ ടു \0 എന്നായിരുന്നു. കാരണം ith പൊസിഷൻ 0th പൊസിഷൻ മുതലാണ് കോപ്പിങ് ആരംഭിച്ചത്. ഇവിടെ ഇൻപുട്ട് ചെയ്യുന്ന പൊസിഷൻ മുതലാണ് കോപ്പിങ് ആരംഭിക്കുന്നത്. then s2 i equal to s1 പൊസിഷൻ i++ പൊസിഷൻ ++ അതുകൂടി കൊടുക്കേണ്ടതുണ്ട്. പൊസിഷൻ ++ എന്നുകൂടി കൊടുക്കേണ്ടതുണ്ട്. വിട്ടുപോയതാണ്. s2 i plus 1 equal to \0. നേരത്തെ കോപ്പി ചെയ്ത പ്രോഗ്രാമിൽ നമ്മൾ ഇത് തന്നെ ചെയ്തതാണ്. അവസാനത്തെ ക്യാരക്ടറിന് \0 ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഈ പ്രോഗ്രാമിൽ വിട്ടുപോയ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. വൈൽ ലൂപ്പിനകത്ത് i++ന് ശേഷം പൊസിഷൻ POS++ എന്നുകൂടി ചേർക്കേണ്ടതുണ്ട്. ദെൻ സ്ട്രിങ് 2 പ്രിന്റ് ചെയ്യുന്നു. എൻഡ് ഓഫ് ദ മെയിൻ പ്രോഗ്രാം. അപ്പൊ ഇത്രയും പ്രോഗ്രാംസ് സ്ട്രിംഗ് ഓപ്പറേഷൻസിന് വേണ്ടി നമുക്ക് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഒരു സ്ട്രിങ്ങിനെ സിംഗിൾ ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുക എന്നത് മനസ്സിലാക്കാൻ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.